കാവ് ശൈലി. നീളാതീരത്തുനിന്ന് കൊടിക്കുന്നത്തു നിന്നാണ് ഇതിൻ്റെ തുടക്കം. കൊടിക്കുന്നത്ത് കരുണാകര പൊതുവാൾ, ശങ്കര പൊതുവാൾ എന്നീ രണ്ട് ജ്യേഷ്ഠ സഹോദരന്മാരായിരുന്നു. ഈ ശങ്കര പൊതുവാൾ ഒരു മൃദംഗിസ്റ്റ. അതിന് കാണാനുണ്ട് തായമ്പേല് അടന്ത താളം. ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്നത് ജഗദാണ് സാറിനപ്പോൾ ഞാൻ പറയാൻ പാടില്ല. തക്കിട്ട തക്ക തിമ്മി തക്കിട്ട തക്ക തിമ്മി, ഇതിലാണ് അടന്ന കൂറുകൂടുന്നത്. ഇതിന് സിംഹനട എന്നൊരു പേരുണ്ട്, ഗൗരവംകൂരി നടയ. അപ്പോൾ അത് അവിടുന്ന് ഈ മനവക്കാവ് ശൈലിയുടെ ഉത്ഭവം. മനവക്കാവിൽ കേശവ പൊതുവാൾ, പിന്നെ അവിടുന്ന് ഇങ്ങനെ പരമ്പര കുഞ്ഞികൃഷ്ണ പൊതുവാൾ, കേശവ പൊതുവാൾ, തൃത്താല കേശവ പൊതുവാൾ, ആലിപ്പറമ്പ് ശിവരാമ പോലെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവരുടെ കൈ കിട്ടിയപ്പോൾ അതിന് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി തവിലിൻ്റെ കാര്യം പറയാം. ദയിരിക്കുന്ന മഹാനുഭാവൻ, ഞാൻ 3 വായന കേട്ടിട്ടുണ്ട്. ഒട്ടനവധി പരിഷ്കാരങ്ങൾ വരുത്തി. പണ്ടത്തെ വായന ഇപ്പോഴത്തെ വായന കാലഘട്ടത്തിനനുസരിച്ച് ഗതി മാറും അതുവരെ. അപ്പോൾ ചെണ്ടയായി. ഇനി തിമില. AD 866 എഴുതപ്പെട്ട പാർത്ഥിവപുരം ചെമ്പോല പഞ്ചമഹാശബ്ദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 5 വാദ്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. മത്തളി, മത്തള, ചെകണ്ടി, ചേങ്ങല, അണക്കത്താളം, താളം, കാഹളം, കരടിക്കൈ. 30ഓളം തോലിട്ട വാദ്യങ്ങളെക്കുറിച്ച് പതഞ്ജലി മഹർഷി എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് കരടിക്കൈ. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ മദ്ദള മാത്രമേ കണ്ടിട്ടുള്ളൂ. പതഞ്ജലി ആയുർവേദവും യോഗയും മാത്രമല്ല, വാദ്യത്തിലും കൈവച്ചിട്ടുണ്ട്. 30ഓളം വാദ്യങ്ങളെക്കുറിച്ച് പറയുന്നു അദ്ദേഹം. ഈ പഞ്ചമഹാശബ്ദത്തിൽ നിന്നാണ് നിരൂപകർ പറയണത് പഞ്ചവാദ്യം ഉണ്ടായതെന്നൊക്കെ നിരൂപിക്കുന്നുണ്ട്. കാലടി കൃഷ്ണയരമാരുള്ളത് എത്ര കണ്ട് ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇദ്ദേഹം പറഞ്ഞു താളത്തിൽ അടിസ്ഥിരമാണ് വാദ്യം. വളരെ കറക്റ്റാണ്. അദ്ദേഹം പറഞ്ഞു, ശ്ലോകം അദ്ദേഹം ചൊല്ലിയില്ല, നാട്യശാസ്ത്രത്തിൽ പറയുന്നു, തദഞ്ചൈ വാമനധഞ്ച ഘനം സുഷിരമേവച ചതുർവിധം തു വിജ്ഞേയം അദ്വൈതം ലക്ഷണാനന്തം. 4 വിധത്തിലാണ് വാദ്യങ്ങളെന്ന് ഭരതമുനി. തദം, വിതതം, അല്ലെങ്കിൽ അനവധം, ഘനം, സുഷിരം. ഇത് ഇതിൻ്റെ പ്രയോഗരീതിയെ 3ആക്കി തരംതിരിക്കുന്നുണ്ട്. അങ്ക്യം, മടിയിൽ വെച്ച് വായിക്കുന്നത് മൃദംഗം. ആലിംഗം, എടുത്ത് പ്രയോഗിക്കുന്നത്. ചെണ്ട, തിമല, മദ്ദളൊക്കെ എടുത്ത പ്രയോഗം. ഊർധകം, ഭൂമിക്ക് അഭിമുഖമായി വെച്ച് വായിക്കുന്നത്. മിഴാവ്, തബല. മിഴാവ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുക. ഷോഡശക്രിയയുള്ള ഒരു പരിഭാവനമായ ക്ഷേത്രവാദ്യമാണ് മിഴാവ്. ഒരു ബ്രാഹ്മണന് 16 ക്രിയ, ഇതിനത് ചെയ്യാറില്ല. 8 ക്രിയകളെ ചെയ്യാറുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ദേവന്റെ വലതുഭാഗത്തിരുന്ന് ഓങ്കാര ശബ്ദം ഉതിർത്തുന്ന ബ്രഹ്മചാരിയാണ് മിഴാവ്. ഇനി ആ ക്രിയകൾ ഏതൊക്കെയാണെന്ന് പറയാം. ഓർമ്മ നിൽക്കണില്ല, പ്രായം എഴുതി കൊടുത്തിരിക്കുക. ഗർഭാധാനം, പുംസവനം, സീമന്തം, ജാതകർമ്മം, വാതിൽ പുറപ്പാട്, അന്നപ്രാശം, ചൗളം, ഉപനയനം. അതുവരെ ചെയ്യാറുള്ളൂ തന്ത്രി. കാരണം വേളി കഴിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ നിർത്തും. ഞാൻ എൻ്റെ നിരീക്ഷണത്തിൽ തൃശ്ശൂർ ജില്ലയിൽ വെള്ളറക്കാട്, ഗുരുവായൂര്, കടവല്ലൂര്, എരിഞ്ഞാലക്കുട, വടക്കുനാഥൻ, തിരുവില്ലാമല, പിന്നെ പഴയന്നൂർ, ഞാൻ അന്വേഷിച്ചതിൽ ഇത്രയും ഈ അടുത്ത കാലത്ത് ഉപനയനം നടത്തിയത് ഞാനാണ് അവിടെ. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. കാത് കുത്തണം, പേരിടണം, മോതിരിടിക്കണം, എല്ലാ ചടങ്ങും വേണം. ഇതൊക്കെ പുറമെ അതിൻ്റെ സംസ്കാരം അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്രിയകൾ ചെയ്താൽ തന്ത്രി അവിടെ നിർത്തും. പിന്നീട് ക്രിയയില്ല, വേളയൊന്നുമില്ല. അപ്പോൾ അതാണ് മിഴാവിൻ്റെ ചരിത്രം. അപ്പോൾ ഏറ്റവും പരിഭാവനമായൊരു വാദ്യമാണ്. അതായത് ഇതിനെപ്പറ്റി ഇത്രയും പഴക്കമുള്ള ഒരു വാദ്യം കേരളത്തിലുണ്ടോ എന്ന് സംശയം തോന്നുക. മദ്ദളം മിഴാവിനെ കുറിച്ചാണ് കാണുന്നത്. ഇതാ പറഞ്ഞാൽ
കണ്ണശരാമായണത്തിൽ ഒരു പദം പ്രയോഗിച്ച് കാണുന്നുണ്ട്. എടായ കിന മിഴാവൊലിയാലേവർക്കും പരിതാപം കണവാൻ. അതായത് എഴുത്തച്ഛ രാമായണത്തിന് മുമ്പേ കണ്ണശന്മാർ എഴുതിയ രാമായണമാണ് കണ്ണശ രാമായണം. കുറേ രാമായണങ്ങളുണ്ട്, അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതിനിങ്ങനെ ഒരു പദം കാണാണ്ട്, ഇളങ്കോവടിയിൽ എഴുതിയ ചിലപ്പതികാരത്തിൽ കാണാണ്ട്, കുടമുഴ എന്ന 2 പ്രയോഗം കാണാം. കർഷകർ അധ്വാനഭാരം കുറയ്ക്കാൻ വേണ്ടി മിഴാവ് കൊട്ടി ഉല്ലസിച്ചിരുന്നു എന്ന് പറയുന്നു. തങ്കശൈലേശ്വരി ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗത്തുള്ളൊരു കുന്നുപ്രദേശം, അവിടെ ദേവലോകത്ത് നിന്ന് വന്ന് ഉരുണ്ട് കളിച്ചു എന്നൊരു ചരിത്രം ഇത് പറയുന്നുണ്ട്. അതാണ് മൃദംഗശൈലേശ്വരി. അതിൻ്റെ വടക്കേ വാതിൽ മാടത്തിൽ പുറ്റിലൊരു മിഴാവുണ്ട്. ആരൊക്കെ പോയാലും കാണാം, നടക്കല നിവേദ്യമുണ്ട്. മൃത്തുന്നുണ്ടായിരുന്നു. അതിന് മൃദംഗം എന്നൊരു അപരനാമുണ്ട്. ഇത് മണ്ണെന്നുണ്ടായതാണ്. ആ മൃത്തുന്നുണ്ടായതുകൊണ്ട് മൃദംഗം. ഗാന്ധിമുഖത്തെയാണ് തന്ത്രി ആവാഹിച്ചിരിക്കുന്നത്. പുതിയ മൃദംഗം പണിയത് വെച്ച് ഈ നാന്തിമുഖത്തെ മൃദംഗത്തിലേക്ക് ആവാഹിച്ച് മിഴാവ് എടുത്തു മാറ്റി. തിരിച്ച് പുതിയ മിഴാവ് വെച്ച് ഈ നാന്തി അങ്ങോട്ട് ആവാഹിക്കും. ഇതാണ് അതിൻ്റെ ഈ സംസ്കാരം. അപ്പോൾ അങ്ങനെ ഒരു ക്രിയ നടക്കുന്ന ഒരു വാദ്യം ഇപ്പോൾ കേരളത്തിലുണ്ടോയെന്ന് പറയാൻ പറ്റില്ല. ഇത് രൂപകൽപ്പന ചെയ്തത് ഇയാളായിരിക്കുന്ന തോന്നണം. കൂത്തും കൂടിയാട്ടത്തിൻ്റെ ഉപജ്ഞാതാക്കളാവും ഇത് കണ്ടെത്തിയിരിക്കുക എന്നാണ് തോന്നുന്നത്. ശക്തിധരൻ കുലശേഖരനാണ് ഈ സംസ്കൃത നാടകത്തിൻ്റെ ദൃശ്യാവിഷ്കാരമായ ഇത് ചിട്ടപ്പെടുത്തിയത്. ഇനി താളത്തെക്കുറിച്ച്, സമയം വളരെ കുറവാണ്, താളത്തെക്കുറിച്ച് കുറച്ച് പറയാം. ഭരതമുനി പറയുന്നു, ആധുനിക ശാസ്ത്രം ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്, വളരെ കറക്റ്റാണ്. പുരാണങ്ങളെ ആസ്പദമാക്കി പറഞ്ഞ താണ്ഡവത്തിൻ്റെ ലാസ്യത്തിലല്ല. അവയെല്ലാ പ്രയോഗത്തിന് സംസ്കൃതത്തിൽ വ്യത്യാസമില്ല, മാറി മാറി പ്രയോഗിക്കാം. അപ്പോൾ താളം എന്ന പദം കിട്ടുമെന്ന് പറയുന്നു. ആധുനിക ശാസ്ത്രം മറ്റൊന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. സമയത്തെ ക്രമീകരിക്കുന്ന അടിസ്ഥാന മാത്രയാണ് താളം. വളരെ കറക്റ്റാണ്. ഉദാഹരണം പഞ്ചാരിമാള പഞ്ചവാദ്യ പതികാലം 3/4 മണിക്കൂർ 1 മണിക്കൂർ പോകും. പിന്നെ ഗണിതശാസ്ത്രപരമായി വളരെ ബന്ധപ്പെട്ട ഒന്നാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കേരളീയ ക്ഷേത്രവാദ്യങ്ങൾ മുഴുവൻ 8 കൊണ്ട് ഗുണിച്ചാണ് ചെയ്യുന്നത്. 8 കൊണ്ടാണ്. 8 അതിൻ്റെ റേഷ്യ. അപ്പോൾ ഭരതമുനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഈ വികാസത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. വികാസവും, അതായത് നമ്മൾ ലോകത്തിൽ പല സംസ്കാരങ്ങളും ഉണ്ടായിരുന്നു. റൊമേനിയൻ സംസ്കാരം യൂറോപ്യന്മാരുടെ കടന്നുകയറ്റത്തോടുകൂടി അത് നശിച്ചു. പിന്നെ ഈജിപ്ത് സംസ്കാരം, അവർക്ക് പറയാനുള്ള ഒരു പിരമിഡ്, പിന്നെ ഒരു വിചിത്ര ജീവി അവിടെ ഉണ്ടായിരുന്നു അത്ര എന്ന് പറയുന്നുണ്ട് അവർ. ഇത് കഴിഞ്ഞാൽ ഗ്രീക്കിലേക്ക് കടന്നു. തത്വചിന്തകർ, നാടകം, ഇത് സംഭാവന അവരുടെ. ഇത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാൻ വന്നു. കുറേ ചരിത്ര സ്മാരകങ്ങൾ ഉണ്ടായിരുന്നു. അനഇസ്ലാമിക് എന്നൊക്കെ പറഞ്ഞാൽ തല്ലി തകർത്തു. കടന്നു നമ്മൾ ഭാരതത്തിലേക്ക്. ഒട്ടും സംശയമില്ലാത്തൊരു കാര്യമാണ് സിന്ധു നദീതട സംസ്കാരം. ദൗരത്രയത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് പറയും. അവിടെ ഖനനം ചെയ്തപ്പോൾ പിത്തളയിൽ തീർത്തൊരു നർത്തകിയുടെ പ്രതിമ, തൗരത്രയത്തിൻ്റെ പ്രതിമകൾ, ഇത് അവിടുന്ന് കിട്ടുന്നുണ്ടായി. BC 5000 അത് കഴിഞ്ഞ് BC 3500 ആയപ്പോഴേക്കും നാട്യഗ്രഹങ്ങളുടെ തുടക്കം തുടങ്ങി എന്ന് പറയുന്നു. ബുദ്ധൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ നാട്യഗ്രഹങ്ങളിൽ ബുദ്ധഭിക്ഷുക്കളും ബ്രാഹ്മണരും പോയി നൃത്തം, വാദ്യം, സംഗീതം എന്നിവ കണ്ടിരുന്നെന്നും ബുദ്ധൻ മാത്രം പോയിരുന്നില്ല എന്നും എഴുതി കാണുന്നു. അപ്പോൾ BC 3500 തൊട്ട് വളർച്ച പ്രാപിച്ചിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ പല പ്രതിഭാശാലികളുടെ കൈകളിൽ അകപ്പെട്ടു അത്. അപ്പം അവരതിന് ചിട്ടാമട്ട്, അതിന് ഉദാഹരണം തിമല, ഇവിടെ തിമല അഭ്യസിക്കേണ്ട മദ്ദളുണ്ട്. അണ്ണമാരുടെ ത്രിമൂർത്തികളുടെ കയ്യിൽ കിട്ടിയപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് പഞ്ചവാദ്യത്തിൻ്റെ ഉത്ഭവം, തൃശ്ശൂർ ജില്ല എന്നാണ് പറയുന്നത്, വെറും തെറ്റാണ്. രാമമംഗലം, മുളന്തിരുത്തി, നായത്തോട് ഈ സ്ഥലത്തുനിന്ന് ഉത്ഭവിക്കുന്ന സാധനം പണ്ടുണ്ട്.
പക്ഷെ അന്നമനയുടെ ത്രിമൂർത്തികളുടെ കൈ കിട്ടിയപ്പോൾ അതിന് ഒട്ടനവധി വ്യത്യാസങ്ങൾ വരുത്തി പതികാലം പരമേശ്വരന്മാരാർ ചിട്ടപ്പെടുത്തി. അത് കഴിഞ്ഞ് കുളൂർ സഹോദരന്മാരുടെ കൈ കിട്ടി, അവർ കുറച്ചുകൂടി പരിഷ്കാരങ്ങൾ. അത് കഴിഞ്ഞ് പല്ലാവൂർ ത്രിമൂർത്തികളുടെ കൈ കിട്ടിയപ്പോൾ അതിന് ഒട്ടനവധി മാറ്റങ്ങൾ സംഭവിച്ചു. ഇങ്ങനെ പ്രതിഭാശാലികളുടെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് ഇതൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചത്.